ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവരുടെ തുഹ്ഫ, നേരത്തെ നമ്മൾ ഫത്താവല്ലേ വായിച്ച്, മർക്കസിൽ ദർസ് നടത്തുന്നില്ലേ തുഹ്ഫ, എല്ലാ സ്ഥലത്തും ദർസ് നടത്തുന്നില്ലേ? ആ തുഹ്ഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ വയുസന്നു, സുന്നത്താണ് സിയാറത്തു ഖബ്രി റസൂലില്ലാഹ്, വഖീല യജിബു, നിർബന്ധമാണ് എന്ന് തന്നെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, വൽ മുനാസിഉ ഫീ തലബിഹാ ളാല്ലുൻ മുദില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്നതിൽ തർക്കിക്കുന്ന ഒരാളുണ്ട്, അയാൾ പഴച്ചവനാണ്, പഴപ്പിക്കുന്നവനാണ്. തുഹ്ഫയുടെ ഇബാറത്ത് വിശദീകരിച്ച് അല്ലാമ ശർവാനി അതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, വഹുവ ഇബ്നു തൈമിയ, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഇബ്നു തൈമിയെ കുറിച്ചാണ്. വമൻ തബിഅഹു, ഇബ്നു തൈമിയോട് പിന്തുടർന്ന ആളുകളുമാണ്. മിനൽ ഫിർഖത്തിൽ ളാല്ല, പഴച്ചുപോയ ടീമാണ് ഇബ്നു തൈമിയുടെ അനുയായികൾ. അൽ മശ്ഹൂറ ഫീ സമനിനാ ബിൽ വഹാബിയ, അല്ലാമ ശർവാനി തുഹ്ഫയുടെ വ്യാഖ്യാനത്തിൽ എഴുതുകയാണ്, നമ്മുടെ കാലഘട്ടത്തിൽ വഹാബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു തൈമിയുടെ പിൻഗാമികളും പഴച്ചവരാണ്. ഖദലഹുമുല്ലാഹ്, അല്ലാഹു അവരെ നിന്ദരാക്കട്ടെ. ഇന്ന് നമ്മൾ തുഹ്ഫക്കൊരു വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ അതിൻ്റെയും ബാക്കി എഴുതേണ്ടി വരും. ഫീ സമനിനാ അൽ മശ്ഹൂറ ബി മുസ്ലിം ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത് എന്ന പേരിലും AP സമസ്ത എന്ന പേരിലും അറിയപ്പെടുന്ന ആളുകൾ മിനൽ ഫിർഖത്തിൽ ളാല്ല, വഴിപഴച്ചു പോവുകയും ഇബ്നു തൈമിയുടെ അനുയായികളായി പിഴപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖദലഹുമുല്ലാഹ് എന്ന് ഇന്ന് അതിന്റെ ബാക്കിയിൽ എഴുതേണ്ട രൂപത്തിലേക്ക് ഇവരെത്തിയില്ലേ? നോക്കൂ നിങ്ങൾ, തുഹ്ഫയുടെ ഇബാറത്താണ് ഞാൻ വായിച്ചത്. ഇനി അതേ തുഹ്ഫ വേറൊരു സ്ഥലത്ത് പറയുകയാണ്, അള്ളയുമായി ബന്ധപ്പെട്ട ചർച്ച തുഹ്ഫയിൽ വന്നപ്പോ ഖാല ഇബ്നു ജമാഅ, ഇബ്നു ജമാഅ പറഞ്ഞു, ഫീ ഇബ്നു തൈമിയ റഅ്സിഹിം, അള്ളാഹിനെ കുറിച്ച് വേണ്ടാത്ത വിശ്വാസം വെച്ച് പുലർത്തിയവരുടെ ഹെഡായ ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞു. തുഹ്ഫ ഇബ്നു തൈമിയ എന്ന് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ, ഇന്നഹു അബ്ദുൻ അളല്ലഹുല്ലാഹ് വഖദലഹു നസ്അലുല്ലാഹ ദവാമൽ ആഫിയതി മിൻ ദാലിക ബിമന്നിഹി വകറമിഹി. മർക്കസിൽ ദർസ് നടത്തുന്നില്ലേ തുഹ്ഫ? ഇഹ്യാ സുന്നയിലില്ലേ? അതിൽ കാണാമല്ലോ, അബ്ദുൻ അളല്ലഹുല്ലാഹ്, അല്ലാഹ് വഴിപഴപ്പിച്ച ആളാണ്, അല്ലാഹ് നിന്യനാക്കിയ ആളാണ്, അയാളെ ശർറിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവല് തരട്ടെ എന്ന് തുഹ്ഫയിൽ ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. ഒന്നുകൂടി കേട്ടോളൂ, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടിയ. വേറൊരു സ്ഥലത്ത് കണ്ടോ, വബ്തദഅ ബഅദു അഹ്ലി സമാനിനാ, നമ്മുടെ കാലത്തുള്ള ചില ആളുകൾ പുതുതായി ഉണ്ടാക്കി ഐ ഇബ്നു തൈമിയ തുഹ്ഫത്തുൽ മുഹ്താജ്. വമിൻ തമ്മ ഖാല ഇസ്സു ഇബ്നു ജമാഅ ഇന്നഹു ളാല്ലുൻ മുദില്ലുൻ, ഇസ്സു ഇബ്നു ജമാഅ പറഞ്ഞിട്ടുണ്ട്, അയാൾ പഴച്ച ആളാണ്, പഴപ്പിക്കുന്ന ആളാണ്. തുഹ്ഫയുടെ ഇബാറത്ത്. ഇനി ഫതാവൽ ഹദീസിയയിലേക്ക് വന്നാൽ അവിടെ പ്രത്യേകം ഉലമാഇനോട് ഇബ്നു ഹജർ തങ്ങളുടെ ഉപദേശമുണ്ട്, വഇയ്യാക അൻ തസ്ഗാ ഇലാ മാ ഫീ കുതുബി ഇബ്നു തൈമിയ, ഇബ്നു തൈമിയുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ പാടില്ല. ഇബ്നു തൈമിയുടെ നോട്ടം ആ കിതാബ് നീ നോക്കിയാൽ നീ അറിയാതെ അപകടത്തിൽ പെട്ടുപോകും, പ്രത്യേകിച്ച് മശായിഖില്ലെങ്കിൽ. വതിൽമീദിഹി ഇബ്നു ഖയ്യിമിൽ ജൗസിയ, ഇബ്നുൽ ഖയ്യിമിൽ ജൗസിന്റെ കിതാബ് നോക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. വഗൈരിഹിമാ, ഇബ്നു ഹജർ പറയാണ് ഫത്ഹു അവിടുത്തെ ഫതാവയിൽ എന്നിട്ട് പറയും, നോക്കും ഇമ്മനിത്തഖദ ഇലാഹു ഹവാ. ഇബ്നു ഹജർ തങ്ങളുടെ വാക്ക് ഞാൻ ഓർക്കുകയാണ്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മുന്നിലിരുത്തി പേരോടിന്റെ വാദങ്ങളെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല, അത് അയാളെ ഇച്ഛയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉന്നതാധികാരികളായ മശായിഖന്മാരുടെ ഉന്നതമായ ഹദറത്തുകളിൽ നിന്ന് അന്നീ ആയത്തോതിക്കൊടുത്തിരുന്നു. പേരോട് പറയുന്നതും അതുപോലെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹവനയിലാക്കിയിട്ട് അവരുടെ തടീച്ചക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ, ഇലാഹ് സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങൾ അനുസരിച്ച് നീങ്ങുന്ന പണ്ഡിതരാണ് പേരോടെന്ന് പറഞ്ഞപ്പോ
നോക്കൂ നിങ്ങൾ, അന്നത്തെ മശായിഖിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആളാണ് ഇബ്നു ഹജർ. ആ ഇബ്നു ഹജർ പറയാണ്, ഇബ്നു തൈമിയ ആരാ? മിമ്മനിത്തഖദ ഇലാഹഹു ഹവാ, മിമ്മനിത്തഖദ ഇലാഹഹു ഹവാ. സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയെ ഇലാഹാക്കി നിർദ്ദേശിക്കാൻ ആളില്ല. വാദല്ലഹുല്ലാഹു അലാ ഇൽം, ഇൽമുണ്ട്, പക്ഷേ അല്ലാഹു അയാളെ വഴിപിഴപ്പിച്ചു. ഇനി അയാൾ നന്നാകോ? വഖതമ അലാ സംഇഹി വഖൽബിഹി, അല്ലാഹു അയാളെ കാതിനും അയാളുടെ ഹൃദയത്തിനും സീല് വെച്ചുപോയി. പറഞ്ഞത് മശായിഖിനെയാണ്, രക്ഷയില്ല അയാൾക്ക്. വജഅല അലാ ബസ്വരിഹി ഗിശാവ, അയാളുടെ കണ്ണിന് മൂടി വെച്ചുപോയി. സത്യം കാണാൻ അയാൾക്ക് കഴിയില്ല. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ്, അല്ലാഹും അല്ലാഹുവിന്റെ ആളുകളും ഒഴിവാക്കിയാൽ ആര് പിന്നെ നന്നാക്കാനാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ചോദ്യമാണ്. അടുത്ത പേജിൽ പിന്നെയും വിശദീകരിച്ചു ഇബ്നു തൈമിയ, അബ്ദുൻ, ഒരടിമയാണ്, ഖദലഹുല്ലാഹ്, അല്ലാഹു അയാളെ നിന്ദനാക്കി. വഅളല്ല, അയാളെ അല്ലാഹു തആല പഴപ്പിച്ചു. വഅഅമ, അയാളെ അല്ലാഹു അന്ധനാക്കി. വഅസമ്മ, ഇതൊക്കെ നന്നായി കേൾക്കുന്ന എന്തിനാ? നമ്മളൊന്നും പറയണ്ട, അയാൾ നല്ല ആളാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. അയാളെ ഷെറിൽ നിന്ന് കാവല കിട്ടാനാണ് ഞാനിത് വായിക്കുന്നത്. എത്ര കൃത്യമായിട്ടാ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അയാള് ജാഹിലാണ്, ഗബിയാണ്. ഞാൻ മാത്രം പറയുന്നതല്ല. മൻ അറാദ ദാലിക ഫഅലൈഹി ബിമുതാലഅതി കലാമിൽ ഇമാമിൽ മുജ്തഹിദ് അൽ മുത്തഫഖി അലാ ഇമാമത്തിഹി വജലാലത്തിഹി വബുലൂഗിഹി മർതബത്തുൽ ഇജ്തിഹാദ് അബിൽ ഹസൻ അസ്സുബ്കി വവലദിഹി താജ് വശൈഖ് അൽ ഇമാം ഇബ്നു ജമാഅ വഅഹ്ലി അസ്രിഹിം വഗൈരിഹിം മിന അശ്ശാഫിഇയ്യ വൽ മാലികിയ്യ വൽ ഹനഫിയ്യ. എല്ലാ മദ്ഹബിലുള്ള പണ്ഡിതന്മാർ പേരെടുത്തു പറഞ്ഞു. ഇമാം അബുൽ ഹസൻ അസ്സുബ്കി, അവിടുത്തെ മകനായ താജു സുബ്കി, ഇമാം ഇബ്നു ജമാഅ, ഇവരെല്ലാം അയാൾ ളല്ലും മുദില്ലുമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ല. സൂഫിയാക്കളെ മാത്രമല്ല എതിർത്തത്. അലാ മിസ്ലി ഉമർ ഇബ്നുൽ ഖത്താബ് വഅലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാ കമാ യഅതി വൽ ഹാസിൽ, ചുരുക്കി പറഞ്ഞാൽ അല്ലാ യുഖാമലി കലാമിഹി വസൻ, അയാളുടെ വാക്കിന് ഒരു പണത്തൂക്കം പോലും വിലയില്ല. ബല്ലുറുമാ ഫീ കുല്ലി വഅരിൻ വഹസൻ, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയണം അയാളുടെ വാക്കുകൾ. വയുഅതഖദു ഫീഹി, അയാളുടെ കാര്യത്തിൽ വിശ്വസിക്കണം. അന്നഹു മുബ്തദിഉൻ, അയാൾ പഴച്ച ആളാണ്. ളാല്ലുൻ, കണ്ടില്ലേ, വഴി പഴച്ച ആളാണ്. മുദില്ലുൻ, പഴപ്പിക്കുന്ന ആളാണ്. ജാഹിലുൻ, അദ്ദേഹം വിവരമില്ലാത്ത ആളാണ്. ഖാലിൻ, അതിന് വിട്ട് കടന്ന ആളാണ്. ആമലഹുല്ലാഹു ബിഅദ്ലി, അല്ലാഹു അയാൾക്ക് കനത്ത ശിക്ഷ നൽകട്ടെ എന്ന് മാത്രമല്ല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദ്വാരക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. കഴിഞ്ഞിട്ടില്ല, പിന്നെയും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാരെയും വഹുവ യുനാസിബ് മാ കാന അലൈഹി മിൻ സൂഇൽ ഇഅ്തിഖാദ് ഹത്താ ഫി അകാബിരി സ്വഹാബ വമൻ ബഅദഹും ഇലാ ആഖിരി അസ്രിഹി, സ്വഹാബത്ത് മുതൽ അയാളുടെ കാലത്ത് വരെയുള്ള മശായിഖിനെ മുഴുവനും അയാൾ എതിർത്തു. വമിൻ ജുംലതി മൻ തതബ്ബഅഹു അൽ വലിയുൽ ഖുത്ബുൽ ആരിഫ് അബുൽ ഹസൻ അശ്ശാദുലി. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, അദ്ദേഹം പരിശോധിച്ച് വിമർശിച്ച ആളാണ് അബുൽ ഹസൻ അശ്ശാദുലി തങ്ങൾ. നഫഅനല്ലാഹു ബിഉലൂമി വമആരിഫിഹി, അല്ലാഹു അവരെ കൊണ്ട് നമുക്ക് മദദ് തരട്ടെ എന്ന് ദ്വാരിക്കാൻ. അങ്ങനെ പറഞ്ഞു കമാ തതബ്ബഅ ഇബ്നു അറബി വഇബ്നു അൽ ഫാരിദ് വഇബ്നു സബഈൻ, വലിയ മശായിഖന്മാരായ ഇബ്നു അറബി തങ്ങളെ, ഇബ്നുൽ ഫാരിദ് തങ്ങളെ, ഇബ്നു സബഈൻ തങ്ങളെ ഒക്കെയും ഇബ്നു തൈമിയ വിമർശിച്ചു, കുറ്റം പറഞ്ഞു, ആക്ഷേപിച്ചു. എല്ലാരെയും മഹാനായ മൻസൂറുൽ ഹല്ലാജ് തങ്ങളെ വിമർശിച്ചു. ആ കാലത്തുള്ള മുഴുവൻ ആളുകളും അയാൾക്കെതിരിൽ രംഗത്ത് വന്നു. അയാൾ ഫാസിക്കാണെന്ന് പറഞ്ഞു. ഫാസിക്കും ബിദ്അത്തും മാത്രമല്ല, ബൽ കഫറഹു കസീറും മിൻഹും, ഇബ്നു തൈമിയ കാഫിറാണെന്ന് അക്കാലത്തെ സമകാലികരായ പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞു. ഇതൊക്കെ പറയുന്നതാരാ? തുഹ്ഫ എഴുതിയ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി. എന്നിങ്ങനെ വിശദീകരിച്ച് മഹാനവറുകൾ പറയാണ്, ആർക്കും അതിൽ സംശയം വേണ്ട. അയാൾ ആദ്യകാലത്ത് ഇഷ്ടപ്പെട്ട ചിലരുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുമല്ലോ നമ്മൾ,
പിഴക്കുമ്പോഴല്ലേ എതിർക്കുക. അങ്ങനെ അയാൾ പിഴച്ചു പോയപ്പോ അയാൾക്ക് കത്തെഴുതി, ഇന്ന അഹ്ബബ്നാക ഫില്ലാഹി സമാന, ഓ ഇബ്നു തൈമിയ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു ഒരുപാട് കാലം, ഞങ്ങൾ ഒരുപാട് കാലം നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു. ഇലാ അൻ ളഹറ ലനാ ഖിലാഫു മുജിബാത്തിൽ മഹബ്ബ ബിഹുക്മി മാ യഖ്തദീഹിൽ അഖ്ലു വൽ ഹിസ് വഹൽ യശുക്കു ഫിൽ ലൈലി ആഖിലുൻ ഇദാ ഗറബത്തിശ് ശംസു. മഹാനവറുകൾ പറയാണ്, അന്ന് കത്തെഴുതിയ കൂട്ടത്തിൽ ഇമാമിയങ്ങൾ ഇബ്നു തൈമിയയോട് ചോദിച്ചു, നിന്റെ നല്ല വാദങ്ങളൊക്കെ മാറി, നിന്നെ ഇഷ്ടപ്പെടേണ്ട ഘടകങ്ങളൊക്കെ നീ തന്നെ തിരുത്തി, ഞങ്ങൾ ഇപ്പോൾ നിന്നെ അള്ളാഹുവിൽ വെറുക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾക്കതിൽ സംശയമല്ല. സൂര്യൻ അസ്തമിച്ചാൽ രാത്രിയായി എന്നതിൽ ആരെങ്കിലും സംശയിക്കുമോ? ഇതുപോലെയാണ് നിങ്ങളെ കാര്യം, ആർക്കാ അറിയാത്തത് എന്നിങ്ങനെ പറഞ്ഞ് അതിശക്തമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ ഫതാവയിൽ അതികർശനമായി ഈ വാദത്തെ കൊണ്ടുവരികയാണ്.